നമസ്കാരം സുഹൃത്തുക്കളെ. ഞാൻ എൻ്റെ ഒരു മുൻ വീഡിയോയിൽ പറഞ്ഞു ഭഗവത്ഗീത മരുന്നാണ്. ആ പ്രസ്താവം കുറേ കൂടി സ്ഥിരീകരിക്കാൻ വേണ്ടി ഞാൻ ഏതാനും വീഡിയോകളുമായി നിങ്ങളുടെ മുമ്പിൽ എത്തുകയാണ്. ഭഗവത്ഗീത മരുന്നാണ്. മനുഷ്യരാശിക്ക് ഭഗവത്ഗീത എല്ലാ കാലവും മരുന്നാണ്. ഈ ഭഗവത്ഗീത എന്ന് പറയുന്ന ഈ കൃതി അല്ലെങ്കിൽ ഈ ജ്ഞാനം നമുക്ക് ലഭിച്ചത് 5000 കൊല്ലങ്ങൾക്ക് മുമ്പ് വ്യാസമഹർഷി എഴുതിയ മഹാഭാരതം എന്ന അദ്ദേഹത്തിൻ്റെ മാസ്റ്റർ പീസ് കൃതിയിലൂടെയാണ്. അതിൽ തന്നെ പറയുന്നു, ഭഗവത്ഗീതയിൽ തന്നെ പറയുന്നു, ഈ ഭഗവത്ഗീത അപ്പോഴുണ്ടായതല്ല, ഈ പ്രപഞ്ചം ഉണ്ടായ കാലം മുതൽ തന്നെ ഈ ഭഗവത്ഗീത തത്വങ്ങൾ ഈ പ്രപഞ്ചത്തിൽ ഉണ്ട് എന്നാണ്. അപ്പോൾ ഈ ഭഗവത്ഗീതയെ അനേക കാലമായിട്ട് അറിയപ്പെടുന്ന കാലം തൊട്ട് തന്നെ ധാരാളം ആളുകൾ അതിനെ വ്യാഖ്യാനിക്കുകയും അതിന് പലതരത്തിലുള്ള അർത്ഥം കുറിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഈ ഭഗവത്ഗീതയിലെ ശ്ലോകങ്ങളുടെ അല്ലെങ്കിൽ മന്ത്രങ്ങളുടെ അർത്ഥങ്ങളെല്ലാം ഒരുപോലെ തന്നെയാണെങ്കിലും അതിനെ വ്യാഖ്യാനിക്കുന്നവർ അവരുടെ മനോഭാവം അനുസരിച്ച്, മനോഗതം അനുസരിച്ച് ഈ ഭഗവത്ഗീത തത്വങ്ങളെ വ്യാഖ്യാനിക്കും. അത് ഓരോരുത്തരും വ്യാഖ്യാനിക്കുന്നത് ഒരേ തരത്തിലല്ല. അവരുടെ അറിവും പാണ്ഡിത്യവും അവരുടെ ജ്ഞാനവും മനോഭാവവും ബുദ്ധിയും ഒക്കെ അടിസ്ഥാനപ്പെടുത്തിയാണ് അവർ വ്യാഖ്യാനിക്കുന്നത്. അതുകൊണ്ട് ഇത് ഒരേ തരത്തിൽ വരുന്നതല്ല. ശങ്കരാചാര്യർ മുതൽ ഇങ്ങോട്ടുള്ളവരുടെ വ്യാഖ്യാനങ്ങളൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ട്. അടുത്ത കാലത്ത് ധാരാളം പേര് നമുക്കറിയപ്പെടുന്ന സമകാലികരായിട്ടുള്ള ആളുകൾ ഈ ഭഗവത്ഗീത വ്യാഖ്യാനിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വ്യാഖ്യാനങ്ങളാണ് നമ്മൾ വായിക്കുന്നത്. ആദ്യകാലത്ത് നമ്മൾ വ്യാഖ്യാനങ്ങൾ വായിക്കണം, അല്ലാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഭഗവത്ഗീത വളരെ നിഗൂഢമായ രഹസ്യങ്ങളടങ്ങിയ ഒരു കൃതിയാണ്. അതിൻ്റെ തത്വങ്ങൾ പരമ രഹസ്യങ്ങളും നിഗൂഢതകൾ നിറഞ്ഞതുമാണ്. അപ്പോൾ നമ്മൾ ഒരുപാട് അത് പഠിക്കണം. ഭഗവത്ഗീത വായിച്ചാൽ പോരാ, ഭഗവത്ഗീത നമ്മൾ പഠിക്കണം. ഭഗവത്ഗീത പഠിച്ചാലേ, പഠിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ വായിച്ച് നമ്മൾ സ്കൂളിലും കോളേജിലും പഠിക്കുമ്പോൾ പഠിച്ചാൽ പോരാ. ഇത് നമ്മുടെ ഈ ആശയങ്ങൾ നമ്മുടെ മനസ്സിലിട്ട് വിചിന്തനം നടത്തണം. അങ്ങനെ വിചിന്തനം നടത്തുമ്പോഴാണ് നമുക്ക് ഈ ഭഗവത്ഗീതയുടെ അഗാധത, അതിൻ്റെ തത്വങ്ങളുടെ വിശാലത നമുക്ക് മനസ്സിലാകുന്നത്. ഞാൻ നിങ്ങളുടെ അടുത്ത് ഇത് പറയണത് ഞാനിത് ഒരുപാട് പഠിച്ചതുകൊണ്ടോ ഞാനിതിൻ്റെ പാണ്ഡിത്യം നേടിയതുകൊണ്ടൊന്നുമല്ല. നമ്മൾ ഇതും പഠിക്കണം എന്നുള്ളതാണ് എൻ്റെ പരമമായ നിങ്ങളോടുള്ള അഭ്യർത്ഥന. അപ്പോൾ ഈ ഭഗവത്ഗീത നമ്മൾ എന്തിനു പഠിക്കുന്നു? ഇത്രയും വിശാലമായിട്ടൊക്കെ ഈ ഭഗവത്ഗീതയെപ്പറ്റി എന്ത് പറയുന്നു? ഈ അടുത്ത കാലത്ത് ഭഗവത്ഗീതയുടെ ചില ശ്ലോകങ്ങളെക്കുറിച്ചൊക്കെ ഇവിടെ വിമർശനങ്ങൾ TV ചാനലുകളിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ ശരിക്കും ഭഗവത്ഗീത പഠിക്കാത്തത് കൊണ്ടാണ് അങ്ങനെയൊക്കെയുള്ള തെറ്റിദ്ധാരണ ഉണ്ടായതെന്നാണ് എൻ്റെ നിഗമനം. അപ്പോൾ ഈ ഭഗവത്ഗീത എന്തിനാണ് നമ്മൾ പഠിക്കുന്നത്? ഇന്നത്തെ കാലത്തെ ആൾക്കാർ ചോദിക്കും, ഭഗവത്ഗീത എന്തിനാണ് നമ്മൾ പഠിക്കുന്നത്? മറ്റൊന്നും പഠിച്ചുകൂടെ? ഭഗവത്ഗീത പഠിച്ച് എന്ത് നേടാൻ എന്ന് ചോദിക്കും. ഈ മനുഷ്യർ ഈ ഭൂമുഖത്തുണ്ടായിട്ട് കോടാനുകൂടി കൊല്ലങ്ങളായി. ഈ മനുഷ്യരുണ്ടായപ്പോൾ തൊട്ട് തന്നെ മനുഷ്യർ പലവിധ രോഗങ്ങളുമായിട്ടാണ് ഈ ഭൂമിയിൽ വന്നത്. നിങ്ങൾ ചോദിക്കും, ഇന്ന് കാണുന്ന ഭൗതിക ശരീരത്തിലുള്ള രോഗങ്ങളല്ലോ? ഭൗതിക ശരീരത്തിലുള്ള രോഗങ്ങളെക്കാളും വളരെ സങ്കീർണമാണ് മനസ്സിൻ്റെ രോഗങ്ങൾ. ഈ മനസ്സിലെ അനേകം വളരെ സങ്കീർണമായ രോഗങ്ങളുമായിട്ടാണ് മനുഷ്യൻ ഈ ഭൂമിയിൽ ഉണ്ടായത്. ആ രോഗങ്ങളുമായിട്ട് മനുഷ്യൻ ജനിച്ചു, രോഗങ്ങളുമായിട്ട് വളരുന്നു, രോഗങ്ങളുമായിട്ട് അവസാനിക്കുന്നു, വീണ്ടും ജനിക്കുന്നു, ഈ രോഗങ്ങളുമായിട്ട് വീണ്ടും ജീവിക്കുന്നു. ഇങ്ങനെ സംഭവിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്കൊരു മുക്തിയില്ല. നമുക്ക് ഈ രോഗം ഭേദമാക്കണം. രോഗം ഭേദമാക്കാനുള്ള മരുന്നുകൾ പല വൈദ്യന്മാരും മുൻകാലങ്ങളിൽ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതിലുള്ള ഒന്നാണ് ഈ ഭഗവത്ഗീതയിൽ. ഭഗവത്ഗീതയിൽ നമ്മുടെ രോഗങ്ങൾക്കുള്ള മരുന്നുകൾ പറഞ്ഞു തന്നിട്ടുണ്ട്. അത് ഭഗവത്ഗീത നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് രോഗം, നമുക്കുള്ള രോഗം എന്താണ്. നമ്മൾ ഈ ഭഗവത്ഗീത എങ്ങനെയാണ് പഠിക്കേണ്ടത്?
പഠിച്ചാൽ നമുക്ക് എന്ത് കിട്ടും എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കും. ശരിക്ക് പറഞ്ഞാൽ നാം മനുഷ്യർ ശരിയായ മനുഷ്യരല്ല. നമ്മൾ മനുഷ്യരെന്ന പേരുണ്ടെങ്കിലും നാം ശരിക്കും മനുഷ്യരല്ല. നമ്മൾ ഒരുതരം മൃഗങ്ങളാണ്. ആ അവസ്ഥയിൽ നിന്ന് മനുഷ്യനായിട്ട് മാറണമെങ്കിൽ നമ്മൾ പരിശ്രമിക്കണം. നമ്മൾ പലതും പഠിക്കണം. നമ്മളെ പലതും പഠിപ്പിക്കണം. അതിന് നമ്മൾ സ്വന്തമായിട്ട് പഠിച്ചാൽ ചിലപ്പോൾ നടക്കില്ല. അതിന് നമ്മൾ ഒരു ഗുരുവിനെ കണ്ടുപിടിക്കണം. ആ ഗുരു മുഖാന്തരം നമ്മൾ പഠിക്കണം. അപ്പോൾ ഭഗവത്ഗീതയിൽ ഉള്ള തത്വങ്ങൾ നമ്മളുടെ രോഗങ്ങൾ മാറ്റാനുള്ള മരുന്നായി മാറുമെന്നും ഈ മരുന്ന് ഒരു ഗുരുവിൻ്റെ ശിഷ്യത്തിൽ, ഒരു ഡോക്ടറുടെ ശിക്ഷണത്തിൽ നമ്മൾ പ്രയോഗിച്ച് നമ്മുടെ അസുഖം മാറ്റണമെന്നും നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഈ ഗുരു ആരാണ്, അല്ലെങ്കിൽ ഈ ഡോക്ടർ ആരാണ്? ഈ ഡോക്ടറെ തേടി നമ്മൾ നടക്കണം. അത് ആളുകൾ പറഞ്ഞു തരും, ഇന്ന തരത്തിൽ ചെയ്യണം, അത് നിങ്ങളെ സ്വന്തമായിട്ട് അനുഭവവേദ്യമാവണം. നിങ്ങൾ ഡോക്ടറെ തേടണം. അമ്പലങ്ങളിലോ ആശ്രമങ്ങളിലോ ആകാശത്തിൻ്റെ അനന്തതകളിലോ ആഴിയുടെ ആഴത്തിലോ മലയിലോ കാട്ടിലോ നദിയിലോ ഒക്കെ നിങ്ങൾ തിരക്കി നടക്കണം. ഒടുവിൽ നിങ്ങൾ ഈ തിരക്കെല്ലാം അവസാനിപ്പിച്ച് നിങ്ങൾ ഒരു സ്ഥലത്ത് സ്വസ്ഥമായിട്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ തേടിയ ആൾ നിങ്ങളുടെ സമീപത്ത് എവിടെയോ തന്നെ ഉണ്ടെന്ന്. കുറേ കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ആ ആൾ നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഉണ്ടെന്ന്. അങ്ങനെ ആ ഉള്ളിലുള്ള ആ ചികിത്സകൻ്റെ ശിക്ഷണത്തിൽ നിങ്ങൾ ഈ രോഗം ചികിത്സിച്ച് ഭേദപ്പെടുത്തണം. പണ്ട് ഈ കുരുക്ഷേത്ര യുദ്ധത്തിൽ, മഹാഭാരത കഥയിൽ വ്യാസൻ എഴുതി വെച്ചതാണ്, കുരുക്ഷേത്ര യുദ്ധത്തിൽ അർജുനൻ എന്ന ഒരു മഹാവീരൻ ആയിരുന്നു പാണ്ഡവന്മാരുടെ നേതാവ്. അദ്ദേഹം മാത്രമല്ല, അദ്ദേഹം അതിലൊരു പ്രധാന ആളാണ്. പഞ്ചപാണ്ഡവരിൽ പ്രമുഖനായിരുന്നു വില്ലാളി വീരനായ അർജുനൻ. അദ്ദേഹത്തിന് ഒരുപാട് കഴിവുകളൊക്കെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് അതേപോലെ തന്നെ ഒരുപാട് ദോഷങ്ങളും ഉണ്ടായിരുന്നു. അദ്ദേഹം ഒരിക്കൽ ഈ അദ്ദേഹത്തിൻ്റെ ദോഷങ്ങൾ മനസ്സിലാക്കി ആ ദോഷങ്ങൾ മാറ്റിത്തരാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ വളരെ അടുത്ത സുഹൃത്തായ, അന്ന് അദ്ദേഹത്തിന് സുഹൃത്തായിട്ടാണ് ഭഗവാനെ കാണാൻ കഴിഞ്ഞത്, ആ സുഹൃത്തായ ശ്രീകൃഷ്ണ ഭഗവാനോട് അദ്ദേഹം ഒടുവിൽ പറയും, കാർപ്പണ്യദോഷോപഹത സ്വഭാവ പൃച്ഛാമിത്വാം ധർമ്മ സമ്മൂഢചേത യശ്രേയസ്യാനിശ്ചിതം ബ്രൂഹിതന്മേ ശിക്ഷ്യസ്തേ അഹം ശാദിമാം ത്വാം പ്രപന്നം എന്ന് പറയും. അതായത് എനിക്ക് കാർപ്പണ്യദോഷവും ഉണ്ട്, അതുകൊണ്ട് എനിക്ക് സത്യവും മിഥ്യയും തിരിച്ചറിയാൻ കഴിയുന്നില്ല. എന്നെ ഭഗവാൻ ശിഷ്യനായി സ്വീകരിച്ചുകൊണ്ട് എനിക്ക് നേർവഴി കാട്ടിത്തരണം എന്ന് ഭഗവാനോട് അർജുനൻ കാലിൽ വീണ് അപേക്ഷിക്കും. ആ സംഭവങ്ങളൊക്കെ നിങ്ങൾക്കറിയാം. ഭഗവത്ഗീത അവിടെ വെച്ചാണ് ഉണ്ടായതെന്നൊക്കെ പറയുന്നത്. ഭഗവത്ഗീത അതിന് മുമ്പുണ്ട്. പക്ഷേ അതുവരെ ഭഗവാൻ അർജുനനെ ശിഷ്യനായിട്ടൊന്നും സ്വീകരിച്ചില്ല. അദ്ദേഹം ആദ്യം ഒരു സുഹൃത്തെന്നുള്ള നിലയിലാണ് ഭഗവാനെ അർജുനൻ കണ്ടത്. അങ്ങനെ കണ്ടാൽ പോരാ. ഭഗവാൻ അവിടെ ഒരു ഡോക്ടറായിട്ട് അർജുനനെ ചികിത്സിക്കാൻ തയ്യാറായി. ആ ചികിത്സ വളരെ നീണ്ടുപോയി. നമ്മൾ അത് കാണുമ്പോൾ കുരുക്ഷേത്രത്തിൽ 18 അക്ഷൗണിപ്പടകൾ നിരന്നു നിൽക്കുന്നു. ആ സമയത്ത് വിഷാദമൂകനായി ആയുധവും ഉപേക്ഷിച്ച് തേർത്തട്ടിൽ കുനിഞ്ഞിരുന്ന അർജുനനാണ് നമ്മൾ കാണുന്നത്. ശ്രീകൃഷ്ണൻ അദ്ദേഹത്തിനെ ഉപദേശിക്കുന്നതായിട്ടാണ്. ആ അവസ്ഥയിൽ നിന്ന് ഒരു വീരശൂര പരാക്രമിയായ ഒരു സേനാനായകനായിട്ട് ഉയർത്തെഴുന്നേൽക്കാൻ ഭഗവാന് ഒരുപാട് പാടുപെടേണ്ടി വന്നു. അതാണ് 18 അധ്യായങ്ങളിലൂടെ നാം മനസ്സിലാക്കുന്ന ഭഗവത്ഗീത. അപ്പോൾ ഈ ഭഗവത്ഗീത
നമ്മൾ പഠിക്കുന്നത് ഭഗവാൻ അർജുനന് അദ്ദേഹത്തിൻ്റെ രോഗം മൂലം ഉണ്ടായ ദോഷങ്ങൾ പരിഹരിക്കാൻ ശ്രീകൃഷ്ണൻ അദ്ദേഹത്തിന് ഈ ചികിത്സ നടത്തിയതുപോലെ നമ്മുടെ ഉള്ളിലുള്ള ദോഷങ്ങൾ മാറ്റാൻ എന്തൊക്കെയാണ് ദോഷങ്ങളെന്നൊക്കെ നിങ്ങൾക്ക് ഭഗവത്ഗീത പഠിക്കുമ്പോൾ മനസ്സിലാവും. അപ്പോൾ നിങ്ങൾക്ക് ആ ദോഷങ്ങൾ മാറിക്കിട്ടും. അപ്പോൾ എന്തിനാണ് അങ്ങനെ മാറിക്കിട്ടുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഈ ലോകമെന്ന് പറയണത്, നമ്മൾ കാണുന്ന ഈ ലോകമെന്ന് പറയണത് വളരെ മോശപ്പെട്ട അവസ്ഥയാണ്. ഇന്ന് ദിവസേന നമ്മൾ കാണുന്നതും കേൾക്കുന്നതും അനുഭവിക്കുന്നതും വളരെ വളരെ മോശപ്പെട്ട കാര്യങ്ങളാണ്. അത് നമ്മളെല്ലാം തലകുലുക്കി സമ്മതിക്കും. പക്ഷെ ഇതിൽ നിന്നും വ്യത്യസ്തമായി കുറെ കൂടി നല്ല രീതിയിലുള്ള ഒരു ലോകം നമ്മൾ എക്കാലത്തും ആഗ്രഹിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഒരു ലോകം ഉണ്ടാവണമെങ്കിൽ ഈ ലോകത്തെ നിയന്ത്രിക്കുന്ന മനുഷ്യരാശിയെ മാത്രമല്ല പ്രപഞ്ചത്തെ ആകെ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ഭൂമി ആകെ വേണമെന്ന് ആകെ നമുക്ക് പറയാം. ആ നിയന്ത്രിക്കുന്നത് മനുഷ്യനാണ്. അപ്പം മനുഷ്യൻ എത്രത്തോളം മോശമാവുമോ അത്രത്തോളം ഈ ഭൂമി, നമ്മൾ ജീവിക്കുന്ന ഈ സമൂഹവും മോശമാവും. എത്രത്തോളം മെച്ചപ്പെടുമോ അത്രത്തോളം നമ്മൾ മെച്ചപ്പെടും. അതിനു വേണ്ടി നല്ല മനുഷ്യരാവാൻ വേണ്ടിയാണ് ഈ ഗീത അല്ലെങ്കിൽ ഇതുപോലുള്ള ആചാര്യന്മാർ അല്ലെങ്കിൽ ഇതുപോലുള്ള ഗ്രന്ഥങ്ങൾ നമ്മളെ ഉപദേശിക്കുന്നത്. അത് നമ്മൾ ചെവിക്കൊള്ളണം. ഒരു കാലത്ത് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു നമ്മുടെ നാട്ടിൽ, ഇന്ന് പക്ഷേ അതില്ല. അതുകൊണ്ട് ഭഗവത്ഗീതയ്ക്ക് നമ്മൾ പ്രാധാന്യം കൊടുക്കണം. ഭഗവത്ഗീതയിൽ ഇങ്ങനെ മനുഷ്യൻ നന്നാവുമ്പോൾ ഉണ്ടാകുന്ന സംഭവങ്ങളും അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. നമ്മളിലുള്ള രോഗങ്ങൾ മാറിയാൽ മാത്രമേ നമുക്ക് നല്ല കർമ്മം ചെയ്യാൻ കഴിയൂ. നല്ല കർമ്മം ചെയ്യണമെങ്കിൽ നമുക്ക് നല്ല ജ്ഞാനം വേണം, അറിവ് വേണം. നല്ല അറിവുള്ളവനെ നല്ല കർമ്മം ചെയ്യാനൊക്കെ ഉള്ളൂ. നല്ല അറിവുള്ളവൻ ചെയ്യണ കർമ്മമേ നല്ല കർമ്മമാവും. ഗീതയിൽ നിങ്ങൾക്ക് അതെല്ലാം മനസ്സിലാക്കാൻ കഴിയും. ആ നല്ല കർമ്മം ചെയ്യുന്ന നല്ല അറിവുള്ള ഒരു മനുഷ്യനായാലും പോരാ, അവൻ ഒരു സന്യാസ മനോഭാവമുള്ളവൻ, ഒരു ത്യാഗ മനോഭാവമുള്ളവനായിരിക്കണം. ലോകത്തിനും തനിക്ക് മാത്രം വേണം എന്നുള്ള ചിന്താഗതി, സ്വാർത്ഥത, അതാണിന്ന് നമ്മളെ ഭരിക്കുന്ന ഒരു രോഗം. ആ രോഗം ഭേദമാകുമ്പോൾ നമുക്ക് മനസ്സിലാവും നമുക്ക് മാത്രം പോരാ, നമ്മുടെ സമൂഹത്തിനും എല്ലാ കാര്യങ്ങളും വേണം എന്ന് മനസ്സിലാവും. അതാണ് ത്യാഗ മനോഭാവം, നമ്മൾ സന്യാസ മനോഭാവം എന്ന് പറയും. സന്യാസി എന്ന് പറഞ്ഞാൽ താടി വളർത്തി രുദ്രാക്ഷ മാലയിട്ട് കൊടുക്കാനുള്ള ത്യാഗം ചെയ്യണവനാണ് സന്യാസി. തനിക്ക് വേണ്ടിയും സമൂഹത്തിന് വേണ്ടിയും ത്യാഗം ചെയ്യുന്നവനാണ് സന്യാസി. ആ സന്യാസ മനോഭാവം വേണം. ഇതൊക്കെ ഉണ്ടാവണമെങ്കിൽ ആ വ്യക്തിയുടെ മനസ്സ് ചാഞ്ചല്യമില്ലാത്തതാവണം. അതായത് വിളക്ക് കത്തിച്ച് വയ്ക്കുമ്പോൾ കാറ്റടിക്കുമ്പോൾ വിളക്കിൻ്റെ നാളം അങ്ങോട്ടും ഇങ്ങോട്ടുമാണ്. അതുപോരാ, എത്ര കാറ്റടിച്ചാലും ദീപം ഒരേപോലെ ചലനമില്ലാതെ നിൽക്കുന്ന ഒരു ദീപം പോലെ നമ്മുടെ മനസ്സ് ചാഞ്ചല്യമില്ലാതെ നിൽക്കണം. ആ തരത്തിലുള്ള ഒരു വ്യക്തിത്വം നമ്മൾ മനുഷ്യർക്കുണ്ടാവണം. അങ്ങനെ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ മനുഷ്യരുടെ പദവിയിൽ നിന്ന് ഉയരും. നമ്മൾ അങ്ങനെ അത്രയും കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്നവൻ അവൻ മനുഷ്യൻ്റെ പദവിയിൽ നിന്ന് ഉയരും. ഈ ഭഗവത്ഗീത എഴുതിയിരിക്കുന്നത് നമ്മളെ വേദാന്തത്തിലെ ഉപനിഷത്തിലെ ഒരു മഹാവാക്യമായ തത്വമസി എന്ന മഹാവാക്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. തത്ത് ത്വം അസി, അത് നീയാണ്. ഏത്? അത് നമ്മൾ വായിക്കുമ്പോൾ പഠിക്കുമ്പോൾ മനസ്സിലാവും, അത് നീയാണ്. പക്ഷെ ഇതിൽ ഭഗവത്ഗീതയിൽ ഒരു ചെറിയ മാറ്റം പറഞ്ഞാൽ അത് നീയാണ് എന്നുള്ളതല്ല, നീ അതാണ് എന്നാണ് അത് പറയുന്നത്. ആദ്യത്തെ 6 ശ്ലോകങ്ങൾ നീ എന്താണെന്നുള്ളതാണ് പഠിപ്പിക്കുന്നത്. അത് കഴിഞ്ഞ് അടുത്ത 6 ശ്ലോകങ്ങൾ അത് എന്താണെന്ന് പഠിപ്പിക്കും. പിന്നെ അതും നീയും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് പഠിപ്പിക്കും. അപ്പോൾ ഭഗവത്ഗീത പഠിച്ചു കഴിയുമ്പോൾ ഈ തത്വമസി എന്ന് പറയുന്ന മഹാവാക്യത്തിൻ്റെ അർത്ഥം മനസ്സിലാവും എന്ന് മാത്രമല്ല, ഈ മനുഷ്യൻ, അത് പഠിച്ച മനുഷ്യൻ, ആ തരത്തിലെത്തിയ മനുഷ്യൻ
അവന് മറ്റൊരു പേരും അല്ലെങ്കിൽ ഒരു സ്ഥാനവും അവന് തന്നെ മനസ്സിൽ അഹം ബ്രഹ്മാസ്മി. അതും ഒരു മഹാവാചകമാണ് നമ്മുടെ ഉപനിഷത്തിലെ. അഹം ബ്രഹ്മാസ്മി, ഞാൻ ബ്രഹ്മമാണ്. അപ്പോൾ സാധാരണ മനുഷ്യൻ ആ തലത്തിൽ നിന്ന് ഉയർന്ന് ബ്രഹ്മം ഈശ്വര തുല്യനായ അവസ്ഥയിലേക്ക് മാറും. ആ മാറ്റമാണ് ഭഗവത്ഗീത നമ്മളെ പഠിപ്പിക്കുന്നത്. അതിലേക്കുള്ള വഴിയാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. അതിനുള്ള എല്ലാ ചികിത്സാ രീതികളും, നമ്മുടെ രോഗങ്ങൾ ചികിത്സിക്കാനുള്ള എല്ലാ മാർഗങ്ങളും ഭഗവത്ഗീതയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കാരണമാണ് ഞാൻ പറഞ്ഞത് ഭഗവത്ഗീത ഒരു മരുന്നാണ്, നമുക്ക് എല്ലാവർക്കും ഗുണപ്പെടുന്ന ഒരു മരുന്നാണ്. ഒരു ഡോക്ടറും ഈ മരുന്ന് കൊണ്ട് നമ്മളെ ചികിത്സിക്കത്തില്ല. ഈശ്വരന് മാത്രമേ നമ്മളെ ഈ ചികിത്സിക്കാനൊക്കൂ. അതുകൊണ്ട് നമുക്ക് ഭഗവത്ഗീത പഠിക്കണമെങ്കിൽ നമ്മൾ ആദ്യം അർജുനൻ ഈശ്വരൻ്റെ ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ മുമ്പിൽ സാഷ്ടാംഗ പ്രണാമം നടത്തി പറഞ്ഞു, എന്നെ അങ്ങ് ശിഷ്യനായിട്ട് സ്വീകരിക്കണം. അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി ഇവൻ യഥാർത്ഥത്തിൽ സത്യം അറിയാൻ ആഗ്രഹിക്കുന്നവനാണ്, ഇവനതിനുള്ള യോഗ്യതയുണ്ട്, അതുകൊണ്ട് ഇവന് കാര്യം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം എന്ന് പറഞ്ഞാണ് അദ്ദേഹം 18 പിന്നീടുണ്ടായ 17 അധ്യായങ്ങളിൽ കൂടി ഭഗവത്ഗീത അദ്ദേഹത്തിനെ പഠിപ്പിച്ചത്. അതേപോലെ നമ്മളും ഈ ഭഗവത്ഗീത പഠിക്കണം, നമ്മളെ കൊണ്ട് ഒക്കുന്ന തരത്തിൽ പഠിക്കണം. അല്പം പഠിച്ചാൽ അല്പം നേട്ടമുണ്ടാവും, കൂടുതൽ പഠിച്ചാൽ കൂടുതൽ നേട്ടമുണ്ടാവും. പൂർണ്ണമായി പഠിച്ചാൽ നമ്മൾ സാധാരണ മനുഷ്യരിൽ നിന്ന് ഈശ്വര തുല്യരായ മനുഷ്യരിലേക്ക് അല്ലെങ്കിൽ ദേവ തുല്യരായിട്ട് നമ്മൾ മാറും. എത്രത്തോളം കൂടുതൽ നമ്മളെ സമൂഹം ഈ ഭഗവത്ഗീത പഠിക്കുന്നു അത്രത്തോളം നമ്മുടെ സമൂഹത്തിനെ നമുക്ക് ശുദ്ധീകരിക്കാൻ കഴിയും, പ്യൂരിഫൈ ചെയ്യാൻ കഴിയും. അതുകൊണ്ടാണ് ലോകമെമ്പാടും ധാരാളം സംഘടനകളും ധാരാളം മഹാവ്യക്തികളും ഈ ഭഗവത്ഗീത ഇന്ന് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ പലരും തെറ്റിദ്ധാരണകൾ പരത്തുന്നുണ്ട്. റഷ്യയിൽ അടുത്ത കാലത്ത് ഭഗവത്ഗീതയെക്കുറിച്ച് തെറ്റിദ്ധാരണ ഉണ്ടായി. ഇത് നമ്മളവിടെ ഈ അക്രമങ്ങൾ പ്രോത്സാഹിപ്പിക്കാനുള്ള ഒരു കൃതിയാണെന്നൊക്കെ പറഞ്ഞു. പിന്നെ ഇന്ത്യൻ എംബസിയൊക്കെ വളരെ പാടുപെട്ടാണത് അവരെ പറഞ്ഞ് മനസ്സിലാക്കിയത്. അതേപോലെ തെറ്റിദ്ധാരണകൾ പലർക്കും ഉണ്ട്. ആ തെറ്റിദ്ധാരണകൾ മാറ്റിയിട്ട് ഭഗവത്ഗീത നമ്മുടെ സമൂഹത്തിൽ മുഴുവൻ പഠിപ്പിക്കണം. വിദേശ സർവകലാശാലകളിലൊക്കെ ഈ ഭഗവത്ഗീത പഠിപ്പിക്കുന്നുണ്ടെന്ന് പറയുന്നു. പക്ഷെ നമ്മുടെ നാട്ടിൽ ഇതുവരെ ഒരു സ്കൂളിലും ഭഗവത്ഗീത പഠിപ്പിക്കുന്ന ഒരു സിലബസ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു പക്ഷേ അത് പഠിപ്പിക്കാൻ ശ്രമിച്ചാൽ പറയും ഇത് മതമാണ്, ഇത് അതാണ്, കാവ്യവൽക്കരണമാണ്, അതാണ് ഇതാണെന്നൊക്കെ പറയും. ഇത് കാവ്യവൽക്കരണമൊന്നുമല്ല, മനുഷ്യരാശി. ഇതും ഈ ഭഗവത്ഗീത എന്ന് പറയുന്ന ഒരു ജാതിക്കോ മതത്തിനോ ഉണ്ടായതല്ല. 5000 കൊല്ലങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ അതിനു മുമ്പ് ഇവിടെ ജാതിയും മതമൊന്നുമില്ല. അന്ന് എഴുതാണ്, മനുഷ്യരാശിക്ക് വേണ്ടി ഉണ്ടായതാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ സ്കൂളുകളിൽ ഇത് പഠിപ്പിക്കണം, നമ്മുടെ സ്കൂളുകളിലെ വിദ്യാർത്ഥികളെ പഠിപ്പിക്കണം. ഇവിടെ നമ്മൾ പണം എങ്ങനെ ഉണ്ടാക്കാം, അതനുസരിച്ച് എങ്ങനെ നമ്മുടെ ജീവിതം കൂടുതൽ കൂടുതൽ മെച്ചപ്പെടുത്താം. അത് ഭൗതികമായ സുഖമാണ്. അങ്ങനെ പോയതിൻ്റെ പേരിലാണ് നമുക്കിന്ന് നമ്മുടെ കുടുംബങ്ങളിലെല്ലാം ഈ തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നു. പലതരത്തിലുള്ള ദുഃഖകരമായ സംഭവങ്ങൾ ഉണ്ടാകുന്നു. അത് നമ്മളെ അറിവുകേട് കൊണ്ടാണ്. അത് ഒരു പരിധിവരെ പരിഹരിക്കാനെങ്കിലും ഈ ഭഗവത്ഗീത സഹായിക്കും. നിങ്ങൾ ഭഗവത്ഗീത പഠിച്ചാൽ, അല്ലെങ്കിൽ ഞാൻ ഭഗവത്ഗീത പഠിച്ചാൽ അത് എത്രത്തോളം പഠിക്കുന്നോ അത്രത്തോളം നമുക്ക് ഗുണമുണ്ടാകും. നമ്മുടെ ഈ മാനസിക രോഗങ്ങൾ, നമുക്ക് ഒരുപാട് മാനസിക രോഗങ്ങളുണ്ട്. ആ രോഗങ്ങളെല്ലാം നമുക്ക് പരിഹരിക്കാൻ കഴിയും. ആരാണ് ഇതെല്ലാം പഠിച്ചു കഴിഞ്ഞാൽ ഉള്ളൊരവസ്ഥ? സ്ഥിതപ്രജ്ഞൻ എന്ന് പറഞ്ഞൊരു പ്രയോഗം ഭഗവത്ഗീതയുടെ 2-ാം അധ്യായത്തിൽ സാഖ്യയോഗത്തിൽ പറഞ്ഞിട്ടുണ്ട്. ആരാണ് സ്ഥിതപ്രജ്ഞൻ എന്ന് അർജുനൻ ചോദിക്കുമ്പോൾ ഭഗവാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. വളരെ ചുരുങ്ങിയ വാചകത്തിൽ പറഞ്ഞിട്ടുണ്ട് സ്ഥിതപ്രജ്ഞൻ ആരാണ്. അങ്ങനെ നമ്മുടെ നാട്ടിലുള്ള ആളുകൾ ധാരാളം പേര് സ്ഥിതപ്രജ്ഞനായിട്ട് വരുമ്പോൾ നമ്മുടെ സമൂഹം ഇന്നത്തെക്കാളും മെച്ചപ്പെടും എന്നുള്ളതിൽ സംശയമില്ല. ഇക്കാര്യം സൂചിപ്പിക്കാനാണ് ഞാൻ ഈ ഭഗവത്ഗീത മരുന്നാണ് എന്ന് പറഞ്ഞത്. ഈ ഭഗവത്ഗീത മരുന്നാണ് എന്ന് ഞാൻ ബോധ്യപ്പെടുത്താൻ എൻ്റെ വീഡിയോകളിലൂടെ ഇനിയും പരിശ്രമിക്കും. തൽക്കാലം നിർത്തുന്നു. നന്ദി, നമസ്കാരം.